തന്നെ വന്ന് കിടന്നോ? 2 മണിയായപ്പോൾ ഉറങ്ങാൻ വേണ്ടി തന്നെ വന്ന് കിടന്നു. അവന് ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒന്നും വിളിക്കൂല കേട്ടോ, തന്നെ വന്ന് കിടന്നോളൂ. ഇത് കണ്ടോ, ഫുഡൊക്കെ കൊടുത്തു, ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ അവൻ തന്നെ വന്ന് ഉറങ്ങുന്നതായി ഈ കാണുന്ന. നമ്മളെ ഒന്നും വിളിച്ചില്ല കേട്ടോ. കുറേ നേരമായിട്ട് അനക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഒരാൾ കിടക്കണം. എന്നെ കണ്ടോ ഒന്ന് പൊങ്ങി നോക്കി. ഇത് കണ്ടോ, കൂർക്കം വലിക്കുന്ന സൗണ്ട് കണ്ടോ? കിടന്ന് ഉറങ്ങി മോൻ, പാവം. വേണ്ട, ഉച്ച ഉറക്കമാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് ഈ തണുപ്പത്ത് നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ മോന് ഉറങ്ങുന്നതായി കാണുന്നത്. തന്നെ വന്ന് ഉറങ്ങിക്കോളൂ ഉറക്കം വന്നു കഴിഞ്ഞാൽ. നമ്മളെയൊന്നും വിളിക്കൂല. അവൻ്റെ അച്ഛൻ മുടി വെട്ടാൻ പോയി. അപ്പോൾ അവൻ വന്ന് കിടന്ന്, അവനറിയാം മുടി വെട്ടാൻ പോയി, ഉറക്കമാണ്. അല്ല, ഡാഡി പുറത്താണ്. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു, വന്ന് കിടക്കട്ടെ. പാവം പാവം. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഡെയിലി എനിക്ക് കണ്ടൻറ്റൊക്കെ ആയിട്ട് വരണ്ടേ. അപ്പം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കണ്ടൻറ്റ് ഇവൻ തരുമ്പോൾ ഞാൻ അതുപോലെ എടുത്തുകൊണ്ട് വന്ന് അപ്പം തന്നെ വീഡിയോ എടുക്കും, നിങ്ങളെ കാണിക്കുന്ന കേട്ടോ. അപ്പോൾ തലേ ദിവസത്തതും ഉണ്ടാവും, ചിലപ്പോൾ രാത്രിത്തതും ഉണ്ടാവും വീഡിയോ. അങ്ങനെയാണ് കേട്ടോ. കൂർക്കം വലിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ഫുഡൊക്കെ വാരി കൊടുത്തു, ഡ്രസ്സൊക്കെ മാറ്റി. പാവമാണ് കേട്ടോ, പാവം എൻ്റെ പൊന്ന്. ആ തലങ്ങണിയിൽ തല വച്ചേ കിടക്കുള്ളൂ കേട്ടോ. അവന് എന്നാലേ ഉറക്കം വരുള്ളൂ അവന്. അതാണ് ഒന്നാമത്തെ കാര്യം. നല്ല ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയും നോക്കൂല, വന്ന് നിങ്ങൾ കിടന്നോളൂ. രാത്രി ആയാലും അങ്ങനെയാണ്. അച്ഛൻ മുടി വെട്ടാൻ പോയി, ഇന്ന് അവധിയായതുകൊണ്ട്. അപ്പോൾ ഇവന് മനസ്സിലായി പുറത്തേക്ക് പോയിട്ടുണ്ട്, വരും, ഞാൻ കിടന്നോട്ടെ, അച്ഛൻ വന്ന് ഇനി ഊണൊക്കെ കഴിക്കുമ്പോൾ താമസിക്കും എന്നൊക്കെ. എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ കുറേ പേരൊന്നും ഇപ്പോൾ കാണുന്നുള്ളവർ കാണാതായെന്ന് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ വീഡിയോ എന്തോ ഇഷ്ടപ്പെടുന്നില്ലയാണോ എന്താണെന്ന് അറിയത്തില്ല. കാണുന്നുള്ളവരൊന്നും കാണുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോരോ പെറ്റും ഓരോരോ സ്വഭാവ രീതികളും കാര്യങ്ങളും അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇവിടെ വന്ന് നോക്കിയിരിക്കുകയാണ്. ആഹാ, കാലു ഓ കാലുവാണോ പൊന്നു? വാ താഴെ വാ. ഓ, കാലുവിനെ കാണാൻ പോകുന്നതാണ്. കുറേ നാൾക്ക് ശേഷം കുഞ്ഞു കാലുവിനെ കണ്ട്. കണ്ടോ? കാലു വന്നാ? കാലു വന്ന എന്താന്നൊക്കെ ചോദിച്ച് പൊന്നു ചോദിച്ച് കാലുവിനോട്. എന്താന്നൊക്കെ ചോദിച്ച്, നീ ഇത്രയും നാളെ എവിടെയായിരുന്നു എന്ന് ചോദിച്ച് പൊന്നു. ഇത്രയും നാളെ എവിടെയായിരുന്നു എന്ന് ചോദിച്ച് കാലുവിനോട് ചോദിച്ച്. ഇത്രയും നാളെ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ച് കാലു ഉണ്ടല്ലോ ഫ്രണ്ട്സ്. ഇപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ വരുന്നില്ലേ. അവന് റോഡിൻ്റെ അടുത്ത് എവിടെയോ ഒരു വീട് കിട്ടി, അവിടെയാണ് ഇപ്പോഴത്തെ. അവനോട് വർത്താനം പറയുന്നതാട്ടോ, അവളാണ് കേട്ടോ. কালু স্কুবি কথা বলছে। এদিকে কোথায় যাইছে? এদিকে বাবা কালু നിൽക്ക്. കാലുവിന് കുറച്ച് ചോറ് കൊടുക്ക. കഴിച്ചോ? ചോറ് വേണോ? ചോറ് കൊടുക്കട്ടെ അവന്. കഴിച്ചോ. കാലുവിന് ചോറ് കൊടുത്തു മമ്മ. കാലുവിന് ചോറ് കൊടുത്തു മമ്മ. അവൾ കഴിച്ചിട്ട് പോയി. നിൽക്കുന്നത് അവൾ കഴിച്ചിട്ട്. അമ്മി അവൾ ഇന്ന് 3:30 വന്നിരിക്കുന്നത് കണ്ടോ? അവിടെ കിടക്കുന്നു. ഇന്ന് ഒരിടത്ത് കിട്ടാത്തതുകൊണ്ട് അപ്പോൾ ഭക്ഷണം വച്ച് വെക്കുമ്പോൾ അവൾ വരില്ല. ഇന്ന് ഭക്ഷണം ഒരിടത്ത് കിട്ടാത്തപ്പോൾ അവൾ വന്നേക്കുന്നത് കേട്ടോ. എന്താ കാണിക്കണേ പൊന്നു? വിളിച്ച് എന്താ കാണിക്കണേ? കല്ലുവോ കഴിച്ചോ? അവിടെ കിടന്നിട്ട് ഉരുളെന്നാ അവിടെ. അയ്യോ, ഇവിടെ കിടക്കട്ടെ. അവിടെ നമ്മുടെ ഇവിടെ ഉള്ള വിശ്വാസം കണ്ടിട്ടല്ലേ കിടക്കട്ടെ. കല്ലുവിന് ഇറച്ചിയും ചോറൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു മമ്മ. അവൾ കുറച്ചേ കഴിക്കുള്ളൂ. അവിടെയൊക്കെ പോയിട്ട് കിട്ടിയില്ല. ഇവൾക്ക് ഡെയിലി വെക്കുമ്പോൾ ഇവൾ വരില്ല, അന്വേഷിച്ച് നടക്കും. ഇല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവൾ വരും ഒരിടത്തു നിന്ന്. ചാടി മതിൽ വഴി പോയി അവൾ. പോട്ടെ, നിൽക്കുന്നു. ഈ മതിലിലാണ് രാത്രി അവളെ കിടപ്പും. ശരി, നിൽക്കുന്നത് എവിടേക്ക് പോയിരിക്കുന്നത്. അവൾക്ക് വേണ്ടി വയ്ക്കുമ്പോൾ അവളെ കാണൂല.
ഇന്ന് അവൾക്ക് വേണ്ടി വച്ചില്ല, വെറുതെ വേസ്റ്റ് ആകണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അവൾ 4 മണിയായപ്പോൾ വന്നേക്കുന്നത്. കുറച്ച് ചോറേ ഉണ്ടായിരുന്നുള്ളൂ, കൊടുത്തു നോക്ക്. വെച്ചിട്ട് അവൾ ഓടി ആ മതിലിരിക്കണം. ഉണ്ടാ അവിടെ 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 ഉണ്ടാ ഉണ്ടാ അവിടെ? അപ്പോൾ ദീപക്ക് വന്നതേ കണ്ടോ? ദീപക്കിനെ നീ ദീപക് ദീപക് ദാ 4-5 ദിവസം കഴിയുമ്പോൾ ദീപക്ക് വന്നു. അപ്പോൾ സന്തോഷം, ദീപക്ക് വന്ന സന്തോഷം ഓരക്കുന്നു. ദീപക്ക് 4-5 ദിവസം കഴിയപ്പോൾ വന്നു, അവധി കഴിഞ്ഞ്. ആ ദീപക്ക് വന്നോ അല്ലേ? ദീപക്ക് വന്ന പൊന്നോ, അപ്പം സന്തോഷം, ദീപക്കിനെ കണ്ട സന്തോഷം. എൻ്റെ അമ്മോ, അയ്യോ ദീപക്ക് ഇവിടെ ഉണ്ട്. സ്നേഹിക്കാൻ ചെന്ന് നിൽക്കണതാണ്. ഇത് കണ്ടോ, രാവിലെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് എന്തൊരു സ്നേഹമാണ്. നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഇങ്ങനെ സ്നേഹം തരാൻ, അല്ലേ പൊന്നോ? വേറെ ആരെങ്കിലും ഉണ്ടായി? നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ പൊന്നോ. നല്ല മഞ്ഞ്, 8 മണിയായിട്ട് നല്ല മഞ്ഞുണ്ട്, തണുപ്പ് കാറ്റുമുണ്ട്, ഒരു മഴയുടെ ആരംഭമുണ്ട്. കറങ്ങൽ കഴിഞ്ഞു. ഞാനെവിടെ ഒരിടത്ത് പോകുന്നില്ല, ഈ തണുപ്പത്ത് എവിടെ പോകാനാ? മഞ്ഞ്. ഇനി പുറത്ത് പോകണ്ട കേട്ടാ. അച്ഛൻ ബ്ലീച്ചൊക്കെ ഇട്ട് അവിടെ കഴുകിയിരിക്കുന്ന, നിങ്ങൾ പോകണ്ട. കാലയിലൊക്കെ ബ്ലീച്ച് കൊണ്ടുവരുന്നാലുണ്ടല്ലോ, ഉണങ്ങട്ടെ, പോണ്ട. അച്ഛ പാല് മേടിക്കാൻ പോകുന്നതല്ലേ പൊന്നിന്, പാല് മേടിക്കാൻ പോകുന്ന അച്ഛ പാല് മേടിക്കാൻ പോകുന്നു. പോയിട്ട് വരട്ടെ ഏട്ടാ. പൊന്നു പോകണ്ട. എപ്പോഴെപ്പോഴും അങ്ങനെ പുറത്തേക്ക് പോയാലേ അവിടെ ബ്ലീച്ചിട്ടൊക്കെ കഴുകിയിരിക്കുന്ന ഉണങ്ങട്ടെ. ദീപക്ക് വന്ന് കണ്ടില്ലേ ഇരുന്ന പൊന്നെ? അയ്യോ ഓ ദീപക്കെന്ന് പറഞ്ഞപ്പോൾ സ്നേഹം. ദീപക്ക് വന്ന് 4-5 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് ദീപക്ക് വന്നേ ഇന്ന് മമ്മിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടും. ഇന്ന് തുടക്കം അവൻ, നാളെ പിന്നെയും അവൻ അവധി എടുക്കും. അല്ല പെണ്ണ കൊണ്ടുപോകാതെ അച്ഛ കൊച്ചിനെ കൊണ്ടുപോകാതെ പോയാ അതെ അവിടെയൊക്കെ കണ്ട ബ്ലീച്ചിട്ടിട്ട്, ചേട്ടൻ ബ്ലീച്ചിട്ടിട്ട് അച്ഛ കഴുകിയിരിക്കുന്ന അവിടെയൊക്കെ ഉണങ്ങട്ടെ. അല്ലാതെ പോയി കഴിഞ്ഞാൽ മോൻ്റെ കാലൊക്കെ അലർജി വരും പോനാ. അച്ഛൻ പാല് മേടിക്കാൻ പോയതല്ലേ, പഴമോ പാലാ എന്താണെന്ന് വെച്ചാൽ മേടിക്കാൻ പോയത്. ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ഒരു ഹായ് ഒക്കെ കൊടുത്ത് ഒരു ഹായ് ഇപ്പത്തൊരു ഹായ് നല്ല കുട്ടിയാണ് കേട്ടാ. ഹായ് തന്നെ കേട്ടാ ഫ്രണ്ട്സ് എല്ലാവർക്കും. അങ്ങുണ്ട് അച്ഛ വന്നോളൂ, നീ കുത്തിയിരിക്കണ്ട. അച്ഛ പാലും തൈരൊക്കെ മേടിക്കാൻ പോയതാണ്. നമുക്ക് ചായയൊക്കെ കുടിക്കണ്ടേ, പാല് മേടിക്കണം, തൈരൊക്കെ മേടിക്കാൻ പോയി. മഞ്ഞുണ്ട്, നല്ല മഞ്ഞ്. 8 മണിയായിട്ട് നല്ല മഞ്ഞാണ് കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഭയങ്കര മഞ്ഞാണ് ഫ്രണ്ട്സ്. വെയിലുദിക്കണം 11 മണിക്ക്. എന്നാൽ ചൂടുകൊണ്ട് ഇടക്കിടക്ക് ഭയങ്കര ചൂടുകൊണ്ട് വിയർക്കുന്നുണ്ട്. ഒരു പ്രത്യേക ക്ലൈമറ്റ് കേട്ടോ. ഇനിയിപ്പോൾ തണുപ്പൊക്കെ പോകേണ്ട സമയം വരുന്നു. ഫെബ്രുവരിയോടെ തണുപ്പൊക്കെ പോകും. പിന്നെ ഇനി അടുത്ത വർഷം നോക്കിയാൽ മതി. അവനിങ്ങനെ കാത്തിരിക്കണം. അച്ഛ പുറത്തേക്ക് പോയില്ലേ, ഇവനെ കൊണ്ടുപോയില്ല, അതാണ് അവനിങ്ങനെ ഇരിക്കുന്നത്. വന്നോളൂ ബാ പാവം. മഞ്ഞ് കുറയട്ടെ, മോളിപ്പോവാ കേട്ടാ. മഞ്ഞ് കുറഞ്ഞിട്ട് മോളിപ്പോവാ. മഞ്ഞ് കുറഞ്ഞിട്ട് മോളിപ്പോവാ. മഞ്ഞ് കുറഞ്ഞിട്ട് പാവമാണ് എൻ്റെ കൊച്ചു, പാവമാണ് എൻ്റെ കൊച്ചു പാവ. എല്ലാം തരും, ഹായ് തരും, ഗുഡ് മോർണിംഗ് തരും, ദീപക്കിന് ടാറ്റ പറയും. എല്ലാവരും പുറത്ത് പോയാൽ അവന് വിഷമം. അവനെ സ്നേഹിക്കാൻ അമ്മയും അച്ഛനും ചേച്ചിയും ചേട്ടനൊക്കെ അല്ലേ ഉള്ളൂ, അല്ലേ പൊന്നു? അല്ലേ നിങ്ങൾ സ്നേഹം തരാതെ ഞാൻ എന്നെ ആര് സ്നേഹം തരാനാ, അല്ലേ പൊന്നു? പൊന്നിന് എല്ലാവരും ഉണ്ട് പുറത്ത്, എന്നാലും സ്നേഹം കൂടിയില്ലെങ്കിൽ മമ്മീൻ്റെ അടിയൊക്കെ തന്നെ തരണം. ആ ഇരിപ്പ് കണ്ടോ, ആ ഇരിപ്പ് കണ്ടില്ലേ? അയ്യോ എന്തോ വിഷമിച്ചിരിക്കുന്ന പോലത്തെ ഇരിപ്പ്. എന്താണ് പോയത് നിനക്ക് ഇത്ര അധികം വിഷമിക്കാൻ? ഫുൾ ഗോപി കൊണ്ടുപോകണം, ഫുൾ ഗോപി. പക്ഷെ എന്നെ കൊണ്ടുപോകാതെ പോയില്ലേ എന്നുള്ളതാണ് താടിക്ക് കൊടുത്ത് ഇരിക്കുന്നതിൻ്റെ ഇരിപ്പ്, ഒരു വിഷമത്തിൽ. എന്നെ പ്രണയിച്ച കാട്ടുപൂവേ.
അമ്മയുടെ പൊന്നാനി, അമ്മയുടെ ചക്കരയാനി, അമ്മയുടെ ചക്കരയാനി, അമ്മയുടെ പൊന്നാനി, അമ്മയുടെ ചുണ്ടരനാനി, എന്നൊരു ചുണ്ടരൻ, അവൻ്റെ ചുണ്ടരൻ, ഉമ്മന്നൊന്ന് ദൈവം എന്നടാ അച്ഛ പൂ മേടിക്കാൻ പോയതാണ്. കണ്ട ഓടിക്കോ ഓടിക്കോ. ആ ഓടിക്കോ, നീ വിഷമം വേണ്ടല്ലോ, പോയിട്ട് വാ ഇവിടെ 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 പുറത്ത് പോയിട്ട് വാ കേട്ടാ. നീ ആ വിഷമം വേണ്ട, പോയിട്ട് വാ. അതാ അച്ഛ വിളിക്കുന്നത്, പൊക്കോ. അത് ഓർത്ത് വിഷമിച്ചിരിക്കവൻ. അച്ഛ കേട്ടോ, പുറത്തേക്ക് വിട്ടതാണ്. കണ്ടോ, ഇവിടെയൊക്കെ നനഞ്ഞ് കിടക്കണം. ബ്ലീച്ച് ഇട്ടിട്ട് അവൻ്റെ അച്ഛൻ കഴിയുന്നതാണ്. ഇതേ കാലി വന്ന്, ഇതാണ് അവൻ. അവിടെ കാലുവിനെയാണ് ഈ കുറച്ച് വിളിച്ചത്. കണ്ടോ, ഇറക്കി കഴിഞ്ഞാൽ ഇതാണ് കാലുവിനെയാണ് വിളിച്ചത്. കാലു വന്നോ പൊന്നോ? അയ്യോ, കാലുവിനെയാണോ നീ വിളിച്ചത്? ഒരു മഴക്കാറുണ്ട്, മഴ വരും. കാലുവിനെയാണ് വിളിച്ചത്. കാലു ചോദിച്ചേ, കാലു നീ എവിടെയായിരുന്നെന്ന് ചോദിച്ചേ പോൻ. കാലുവിനോട് ഭയങ്കര, മറ്റുള്ള പപ്പീസിനോടില്ല, ഇവളോടാണ് കൂടുതൽ അവന് സ്നേഹം. അവനറിയാം ഇവക്ക് എപ്പോഴും രോഗമാണ്. നീ എവിടെ പോന്ന്? ബാ, മഴ പെയ്യാറായി, ബാ പോവാ. കാല് കുടച്ച് തരണം, പൊക്കോ. അതെ, അച്ഛ കഴിയൊക്കെ ഇട്ടേക്കന്ന, പൊക്കോ. നിൽക്കവിടെ, കാല് കുടക്കണം. കൊണ്ടുവന്ന് വെച്ചിട്ട് പോയ അച്ഛ. എണീറ്റ് ബാ. വെയിലില്ല, നീ അവിടെ കിടക്കണ്ട. വെയിൽ കൊള്ളാൻ വേണ്ടി വന്നതാണ് കേട്ടോ, തുണി പിരിക്കാൻ നേരത്ത്. വെയിലില്ല ഒട്ടും. പിന്നെ എങ്ങനെയാണ്? വെയിൽ ഇതുവരെ ഉദിച്ചിട്ടില്ല മോനു. ഇത്രയും മണിയായിട്ട് 11 മണിയാറായിട്ട് വെയിലില്ല ഇന്ന്. ചൂട് കൊള്ളാൻ വേണ്ടി വന്ന് കിടക്കുന്ന തണുത്തിട്ട്. ബാ, അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം അവന് ഈ ചൂട്, ഈ ചത്തിൽ ഒരു ചൂടുണ്ടല്ലോ, ടെറസിൽ താഴെ കിടക്കുമ്പോൾ ചൂടുണ്ട്, അതിനാണ് ഈ വന്ന് കിടക്കുന്നത്. ബാ പോവാം. വെയിലില്ല പൊന്നാ. പിന്നെ നമ്മളിവിടെ കിടന്നിട്ട് എന്ത് ചെയ്യാനാ? ബാ, അച്ഛയും പോയി. താഴെ പണിയില്ലേ നമുക്ക്. വെയിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി വെയിൽ ഉദിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരാൻ തോന്നൂല, അത്ര ചൂടായിരിക്കും. രാത്രി നല്ല കാറ്റ് കിട്ടിയാൽ കിട്ടി. എല്ലായിടും ഫ്ലാറ്റുകളും കാര്യങ്ങളല്ലേ, കാറ്റ് കിട്ടിയാൽ കിട്ടി. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.